ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നതിന് നമ്മളോടൊപ്പമുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിന്ന് സംസാരിക്കുന്നത് വെഞ്ഞാറമ്മൂട് ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം കുബേരക്ഷേത്രത്തെക്കുറിച്ചാണ്. അവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേരളത്തിലൊരു കുബേരക്ഷേത്രം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയുന്നതിനെക്കുറിച്ചും അവിടെ എങ്ങനെയാണ് അവിടുത്തെ പൂജാവിധികൾ അറിയുന്നതിനെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച് താല്പര്യം ഉണ്ടാകും. അതൊക്കെ ഒന്ന് സംസാരിക്കാവോ? അല്ല, ഈ കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ തമിഴ്നാടൊക്കെ കുബേരക്ഷേത്രമുണ്ട്. ലാഫിംഗ് ബുദ്ധ എൻ്റെ ക്ഷേത്രം തമിഴ്നാടൊക്കെ ഉണ്ട്. കേരളത്തിലതില്ല. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഒരു കുബേരക്ഷേത്രം ഇങ്ങനെ വെഞ്ഞാറമ്മൂട് എലിഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം. അവിടെ അല്ല, പ്രധാന ദേവൻ വേറെ ഉണ്ട്. അതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു ദേവീ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ക്ഷേത്രം ചെറിയൊരു പഴയ തെക്കതെന്നൊക്കെ പറയുന്നതായിരുന്നു. അത് ഏകദേശം ഒരു 40 വർഷം കൊണ്ട് അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതിപ്പോൾ ഞങ്ങൾ പോയി സംസാരിച്ച് റെഡിയാക്കി എടുത്തിട്ട് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 1-2 മാസമായി. എന്തിനാണ് ലാഫിംഗ് ബുദ്ധ ക്ഷേത്രം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ കുബേര ക്ഷേത്രം നമ്മൾ എന്തിനാണ് സ്ഥാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫെങ് ഷുയി തന്നെ നമുക്കുള്ളൊരു വീട്ടിൽ എല്ലാവരും എല്ലാ എപ്പിസോഡും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലൊരു ഇതുണ്ട്, ഇതൊക്കെ നല്ല കാശുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇതിനകത്ത് അല്ലല്ല, ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പം വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക ചിലവുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി കാശ് കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്ത മനസ്സിലുള്ളവരൊന്നും വിളിക്കത്തുമില്ല, ഒന്നും പറയത്തില്ല. ഈ ക്ഷേത്രം എന്നുള്ളത് സാധാരണക്കാർക്ക്, അതായത് കഷ്ടപ്പെടുന്ന വീടിൻ്റെ വാസ്തുപ്രകാരം ദോഷമായിട്ടുള്ള സാധാരണക്കാർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്ലാനൊക്കെ, വീടിൻ്റെ പ്ലാൻ ഉൾപ്പെടെ വരുമ്പോൾ അവരുടെ പ്ലാനൊക്കെ കാര്യങ്ങളെല്ലാം നോക്കി എന്തൊക്കെയാണ് വീടിൻ്റെ പ്രോബ്ലം, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. 2, ഒരു വീട്ടിൽ ഇപ്പം ഞാനൊക്കെ വീട് ചെയ്യുമ്പോൾ ഞാൻ റൈക്കിയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട്, പൂജ ചെയ്യുന്ന ആളായതുകൊണ്ട്, ഒരു വീട്ടിലൊരു ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ ഫെങ് ഷുയിയുടെ ടൂളുകൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് എനർജൈസ് ചെയ്യും. ഇപ്പം റൈക്കി മുഖേന എനർജൈസ് ചെയ്യാം, അല്ല പൂജകൾ മുഖേന എനർജൈസ് ചെയ്യാം, അങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഒരു ലാഫിംഗ് ബുദ്ധ കൊടുത്തു, അത് എനർജൈസ് ചെയ്തൊരു വീട്ടിൽ വെച്ചു. ശരിക്കും ആ വീട്ടിലല്ലാത്തൊരു വ്യക്തി, ആ വീട്ടിൽ നിന്ന് പുറത്തു നിന്ന് വരുന്നൊരു വ്യക്തി കാണുമ്പോൾ ആ നല്ല ഗോൾഡൻ കളറിലിരിക്കുന്ന നല്ലൊരു ലാഫിംഗ് ബുദ്ധ കൊള്ളാം, അവർ ഒഴിച്ചു നിന്ന് എടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഓൾറെഡി ഡിസ്ചാർജ് ആവും. മനസ്സിലാവുന്നേ? ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി അതങ്ങ് ഡിസ്ചാർജ് ആവും. അപ്പോൾ രണ്ടാമത് അവർക്ക് ഇത് എങ്ങനെ എനർജൈസ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില ആൾക്കാരൊന്നും മിക്കവാറും അത് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി കൃത്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ അവർക്ക് ആ ലാഫിംഗ് ബുദ്ധയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൽ വെച്ച് എനർജൈസ് ചെയ്ത് കൊടുക്കും. എന്നും ഒരു വീട്ടിൽ എനിക്ക് പോയിട്ട് ലാഫിംഗ് ബുദ്ധ എനർജൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവിടെ എപ്പോഴെന്ന് വെച്ചാൽ ഈ ചൊവ്വ, വെള്ളി, ഞായർ, പിന്നെ മലയാള മാസം 1-ാം തീയതി ഇടന്ന് ആയില്യ ദിവസം, ഇതൊക്കെ ക്ഷേത്രത്തിൽ നട തുറന്ന് പൂജയുള്ളതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ വിളിച്ചിട്ട് വരണമെന്ന് വെച്ചാൽ ചെറിയ എമർജൻസി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. എല്ലാ ദിവസങ്ങളൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വേറെ തന്ത്രിയുണ്ട്, അവരൊക്കെ ഇതിനെ പൂജിച്ച് എനർജൈസ് ചെയ്ത് കൊടുക്കും അവർക്ക്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പല വീടുകളിലും നമ്മൾ ഫെങ് ഷുയി ചെയ്ത് ഇപ്പം തന്നെ ഈ നമ്മളിപ്പം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചത് ഫെബ്രുവരി 5 ആകുമ്പോൾ സ്റ്റാർ ചേഞ്ചിങ് പീരീഡ്, അല്ല നമ്മുടെ ഇയർ ചേഞ്ചിങ് വരികയാണ് ചൈനീസ് കലണ്ടർ അനുസരിച്ച്. നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും റീകറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ സാധാരണ ഒരു വീട് ഫെങ് ഷുയി ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. അത് അടുത്ത വർഷമാകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അവനെന്താ ചിന്തിക്കുക, 1 വർഷം വരെ നല്ല രീതിയാണ്, ഇപ്പം എനിക്ക് പ്രശ്നമായി, കാരണം അത് റീകറക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കും. ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അത് ഇന്ന കാര്യങ്ങൾ ഇന്നടത്ത് വെച്ച് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് അവിടെ വന്നിട്ട് പോകുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ വലിയ സാമ്പത്തിക ചിലവോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ ചെറിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. സുജോക്ക് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തണം. സാമ്പത്തികമൊന്നും വാങ്ങാതെയാണ് ജനങ്ങൾ, കാരണം പല ട്രീറ്റ്മെന്റ് യാതൊരു സാമ്പത്തികവും വാങ്ങാതെയാണ് ഞങ്ങളവിടെ ചെയ്യുന്നത്. കാരണം അവിടെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളിപ്പം തന്നെ കുറേ ആൾക്കാർ ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട്. നമ്മളൊന്നും ചോദിച്ച് വാങ്ങിക്കാറില്ല.
അവർ എന്തെങ്കിലും തരികയാണെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രത്തിലോട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു അർച്ചനയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലൊരു പൂജ എന്തെങ്കിലും നിങ്ങൾ അവിടെ നടത്തിക്കൊള്ളാൻ പറയാറുണ്ട്. അല്ലാതെ അതല്ല, നമുക്കൊരു എന്താ പറയുക, എങ്ങനെ ഒരാൾക്ക് പോസിറ്റീവ് എഫക്റ്റ് കിട്ടാം അതാണ്. പിന്നെ പലപ്പോഴും അവിടെ നിന്ന് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളവിടുത്തെ മേൽശാന്തി തന്നെ ഗിരീശൻ ശാന്തി എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം നല്ല ദേവപ്രശ്നത്തിനൊക്കെ പോകുന്ന ഒരാളാണ്, നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും ഇതിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് നമുക്ക് കേരളത്തിലെ ഫസ്റ്റ് കുബേരക്ഷേത്രം ഇപ്പം തന്നെ ഒരു വിധപ്പെട്ട എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഒത്തിരി ആൾക്കാരൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട്. അവരുടെ ഓരോരുത്തർ വരുമ്പോൾ അവരുടെ പ്രശ്ന പരിഹാരം നമ്മളവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ഈ പൂജാ കാര്യങ്ങളായിരുന്നാലും അവിടെ വെച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം വീടുകളിൽ പോയി പൂജ ചെയ്ത് കൊടുക്കുന്നതിന് പകരം അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ഭഗവതി പൂജ ചെയ്ത് അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്. അതാണ് കേരളത്തിൽ ആദ്യത്തെ കുബേരക്ഷേത്രം ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം. പിന്നെ അവിടെ ചാമുണ്ഡി ദേവിയുണ്ട്. ചാമുണ്ഡി ദേവിയാണ് അവിടുത്തെ യഥാർത്ഥത്തിൽ ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു പവർ എന്ന് പറയുമ്പോൾ ചാമുണ്ഡി ദേവിയാണ്. അതിന് പുറമെയാണ് നമ്മൾ ഇത് വച്ചിട്ടുള്ളത്. ഒത്തിരി ഉപദേവതകളൊക്കെ ഉള്ള ഒരു ഇതാണ്, നല്ല പവർഫുള്ളായിട്ടുള്ള. അതായത് ഇലഞ്ഞിയും കാഞ്ഞിരവും പനയും, അപ്പോൾ ഇലഞ്ഞിയുടെ പകുതിയിൽ നിന്ന് ഒരു ആൽമരവും കൂടെ പൊടിച്ചു നിൽക്കുന്ന ക്ഷേത്രം കേരളത്തിലൊരിടവും ഇല്ല. ഇതെല്ലാം ഒറ്റ സ്ഥലത്തു നിന്നാണ് വളർന്നിട്ടുള്ളത്. അതായത് ഇലഞ്ഞിയുണ്ട്, കാഞ്ഞിരമുണ്ട്, പന, ഇലഞ്ഞിയുടെ പകുതിയിൽ നിന്ന് ഒരു ആൽമരം, 4 വൃക്ഷങ്ങൾ അവിടെ ഒരൊറ്റ തറയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ആ ആൽമരത്തിൻ്റെ ഇലഞ്ഞിയുടെ മൂട്ടിൽ ലക്ഷ്മിയുണ്ട്, പനയുടെ മൂട്ടിൽ തമ്പുരാൻ, കന്യാ, ഇതെല്ലാം കൂടെ നമ്മൾ അതിനകത്ത് തന്നെ ഉള്ളത്. ഒരു വെറൈറ്റിയാണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റും. നല്ലൊരു പോസിറ്റീവ് എഫക്റ്റുള്ള ഇതാണ്. പിന്നെ ഇതിൽ തന്നെ അഗ്നിഹോത്ര എന്ന് പറയുന്നൊരു യാഗമുണ്ട്. യാഗം മീൻസ് നമ്മൾ ഒരു അഗ്നിഹോത്ര എന്ന് പറയുന്നൊരു മിനിയേച്ചർ ഇതാണ്. നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു പൂജയാണ്. അതൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ യാഗ സെറ്റ് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ അവിടെ തന്നെയുണ്ട്. അത് പഠിപ്പിച്ച് അവസാനം കൊടുത്തു വിടും. ഈ നമ്മൾ വീടിൻ്റെ ഒരു 50 മീറ്റർ ചുറ്റിലും ഫുള്ളി പോസിറ്റീവ് എനർജി ക്രിയേറ്ററാണ്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു, ഒരു വീട് പഴയ ഇല്ലം കാര്യങ്ങളൊക്കെ ഡെയിലി തൂത്തുവാരി ചാണകം തളിച്ചിടും അല്ലേ? ചാണകം തളിച്ചിടുമ്പോൾ ബാക്ടീരിയ, വൈറസ് എന്നിവയെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവാണ് അതിനകത്തുള്ളത്. ഈ അഗ്നിഹോത്ര ഡെയിലി ചെയ്യുന്ന വീടിൻ്റെ 50 മീറ്റർ ചുറ്റളവിൽ ഫുള്ളി പോസിറ്റീവ് ഈ സെയിം എഫക്റ്റ് കിട്ടും. രാവിലെയും സൂര്യോദയത്തിന് മുന്നേയും ഉദയസമയത്തും അസ്തമയ സമയത്തുമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഉദയസമയത്താണ് ഇത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നും അസ്തമയ സമയത്താണ് ഇത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നുമാണ് ചെയ്യേണ്ടത്. അല്ലാത്ത എപ്പോഴാണോ നമുക്കിത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇതിൻ്റെ പൂജ ചെയ്യാം. വലിയ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, 2 വരി മന്ത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും ഇത് ചെയ്യാറുണ്ട്. അതിനൊരു മറ്റൊരു അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നെ പഠിപ്പിച്ചത് കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ചാണ്. അഗ്നിഹോത്രയെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നത് വിപിൻ കേശവൻ എന്ന് പറഞ്ഞ ഒരാളാണ് പഠിപ്പിക്കുന്നത് തന്നെ, എൻ്റെ ഗുരു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വീടിനെയും പരിസരത്തെയും നല്ല രീതിയിലാക്കി മാറ്റാം, അതൊക്കെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത് കൃത്യമായി നല്ല തറവാക്കി വിടുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ 3 ദിവസം അടുപ്പിച്ചാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ശരിക്കും ആൾക്കാർക്ക് 3 ദിവസം അടുപ്പിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യത്തെ ഒരു ദിവസം ചെയ്യും, അത് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് അവർക്ക് പഠിപ്പിച്ച് വിടും. 21 ദിവസം അടുപ്പിച്ച് നമുക്ക് അത് ചെയ്യണം. 21 ദിവസം വരെയായിട്ട് ചെയ്തതിന് ശേഷം വീണ്ടുമാണ് ക്ഷേത്രത്തിലോട്ട് വരേണ്ടത്. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ന കാര്യങ്ങളാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. വെഞ്ഞാറമൂടിൽ നിന്ന് 1 കിലോമീറ്റർ പോയി വേണ്ട ക്ഷേത്രത്തിൽ വരാൻ, തൊട്ടടുത്താണ്. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങിൽ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡ് കൊട്ടാരക്കുളം എന്നൊക്കെ പറയുന്ന കൊട്ടാരവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ആ കൊട്ടാരക്കുളം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രം അവിടെ നിന്നറിയാൻ പറ്റും. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു വന്നാലും അവിടെ എത്താൻ പറ്റും. വളരെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാഫിംഗ് ബുദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എനർജൈസ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ അതിനെക്കുറിച്ച് സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നോട്ട് ചെയ്ത് വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ ഞാനുണ്ടാവും. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക. നമസ്കാരം.